അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ടായിരിക്കും ഈ പ്രവചന കുലപതികൾ ഒന്ന് പറയും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവർ കരുതും എല്ലാ ജ്യോതിഷ ചാനലുകളിലും അയ്യപ്പനും ചാത്തനും ഒരാൾ തന്നെയാണ്, പിന്നെ യക്ഷയാണ്, മറുതയാണ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞു. ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നതാണ് ചാത്തൻ. ദേവി പാർവതിയോട് പറഞ്ഞു, നിനക്ക് നേരിട്ട് പ്രസവിക്കാനുള്ള കഴിവില്ലാതെ പോകട്ടെ. അല്ല, അതിന് സ്വന്തം ഭാര്യനെ ആരും പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ റൂമിൻ്റെ അകത്ത് എന്തൊക്കെയോ മുളക്കം ഞരങ്ങളൊക്കെ കേട്ടപ്പോൾ വന്നിരിക്കുന്ന ആൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. പക്ഷേ ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് പേരമംഗലം നാഗരാജ ക്ഷേത്രത്തിലെ തന്ത്രിയും ജ്യോതിഷ ആചാര്യനും ഗുരുനാഥനുമായിട്ടുള്ള ബ്രഹ്മശ്രീ ഡോക്ടർ KV സുഭാഷ് തന്ത്രി അവർകളാണ്. ഗുരുനാഥന് സ്വാഗതം. നമസ്കാരം. ഗുരുനാഥൻ, എനിക്കൊരു ചെറിയ സംശയങ്ങളുണ്ട്. നമ്മുടെ ഈ ചാത്തനും അയ്യപ്പനും, അതുപോലെ ഈ ചാത്തൻ എന്ന് പറഞ്ഞത് ശിവൻ്റെ മകനാണെന്നും കൂളിവാഹൻ്റെ മകനാണെന്നും അങ്ങനെയൊക്കെ ആകെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചാനലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ആകെ ഈ നമ്മുടെ ഹിന്ദു ദൈവങ്ങളെക്കുറിച്ച് മൊത്തം സംശയങ്ങളൊക്കെ ആയിട്ട് ആകെ കുളമായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയും ഇതിനെപ്പറ്റിയൊരു ആൻസറും നമുക്കൊന്നും ഇതുവരെ കിട്ടുന്നില്ല. അപ്പോൾ ഗുരുനാഥൻ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചാൽ ഉപകാരമായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ ജ്യോതിഷ ചാനലെല്ലാം നോക്കുമ്പോൾ എല്ലാ ജ്യോതിഷ ചാനലുകളിലും അയ്യപ്പനും ചാത്തനും ഒരാൾ തന്നെയാണ്, പിന്നെ യക്ഷയാണ്, മറുതയാണ്, ഇങ്ങനെയുള്ള രീതിയിലേക്ക് പോയി കഴിഞ്ഞു. കാരണം ഇത് കൊറോണയ്ക്ക് ശേഷം ആളുകൾക്കൊക്കെ സമനില തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ സമനില തെറ്റി കഴിയുമ്പോഴാണ് ഈ ആളുകൾ ടെൻഷനൊക്കെ അടിച്ച് കഴിയുമ്പോൾ എങ്ങനെയും ജ്യോതിഷ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ജ്യോതിഷം പറഞ്ഞാലൊന്നും കേൾക്കാനൊന്നും ആർക്കും സമയമില്ല. ചിലർ പ്രവചന കുലപതികളായിട്ട് വരുന്നു, എന്നിട്ട് ഈ ലോകത്തുള്ള സകല കാര്യവും പ്രവചിക്കുന്നുണ്ട്. പക്ഷേ റഷ്യ ഉക്രൈൻ യുദ്ധം പ്രവചിച്ചില്ല, ഇറാൻ അമേരിക്ക യുദ്ധം പ്രവചിച്ചില്ല, സ്വർണത്തിന് വില കൂടും ഇത് പ്രവചിച്ചില്ല, വയനാട് ദുരന്തം പ്രവചിച്ചില്ല. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രവചന കുലപതികൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് പേപ്പർ കട്ടിങ്ങൾ നോക്കുക, പേപ്പറിൽ ഈ അന്താരാഷ്ട്ര ന്യൂസുകളെല്ലാം എല്ലാ പത്രത്തിൻ്റെ അകത്തായിരിക്കും. അപ്പോൾ അതൊക്കെ എടുത്ത് നോക്കിയിട്ടായിരിക്കും ഈ പ്രവചന കുലപതികൾ ഒന്ന് പറയും. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലാത്തതുകൊണ്ട് അവർ കരുതും ഗ്രീൻലാൻഡിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, മഞ്ഞുരുകി കറക്റ്റായിട്ട് കണ്ടു. അപ്പോൾ എന്താ സംഭവം, ഒരാഴ്ച മുമ്പ് പത്രത്തിൽ എവിടെയെങ്കിലും ഉൾപേജിൽ കിടപ്പുണ്ടാവും. ഇങ്ങനെയുള്ള പ്രവചനമാണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ 27 നക്ഷത്രങ്ങളുണ്ട്, പിന്നെ വ്യാഴമാറ്റം കാര്യങ്ങൾ പറയും. അപ്പോൾ ആദ്യകാലത്തൊക്കെ നമ്മൾ വ്യാഴമാറ്റം വീഡിയോ കിട്ടാൻ 10 ലക്ഷം പേര് കാണുമായിരുന്നു. ഒരു വ്യാഴമാറ്റം വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അന്ന് ജ്യോതിഷത്തിനായിരുന്നു പ്രാധാന്യം. ഇന്ന് വ്യാഴമാറ്റം വീഡിയോ കിട്ടാൽ ഒരു 2000-3000 പേരൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അത്ഭുതമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് പകരമായിട്ട് ഈ പറയുന്ന പോലെ ചാത്തനും ശാസ്താപ്പനും ഒന്നാണ്. മനയുടെ അകത്ത് അയ്യപ്പനുണ്ടായി, കൂടെ ചാത്തനുണ്ടായി, പിന്നെ രണ്ടുപേരും ഒന്നായി. അതായത് ഇതെല്ലാം ദൈവിക, അതായത് ദേവചൈതന്യങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചാത്തൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് അങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും അല്ലേ. എന്ന് പറയുന്ന പോലെ ഇത് നല്ലത്, ഇത് ചീത്ത എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നതാണ് ചാത്തൻ. അപ്പോൾ ചാത്തൻ്റെ ഉത്ഭവകഥ പറയുമ്പോൾ മഹാദേവൻ്റെ മക്കളാണ് ചാത്തന്മാർ. ഭൃഗു മഹർഷി ശപിച്ചു കഴിഞ്ഞപ്പോൾ ദേവി പാർവതിയോട് പറഞ്ഞു, നിനക്ക് നേരിട്ട് പ്രസവിക്കാനുള്ള കഴിവില്ലാതെ പോകട്ടെ. അതേപോലെ മഹാദേവൻ ഈ ഭൃഗു മഹർഷി ഇവരെ ത്രിമൂർത്തികളുടെ അടുത്ത് ഓരോ ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ ബ്രഹ്മാവിൻ്റെയും സരസ്വതിയുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവർ തമ്മിൽ ഭയങ്കര ശൃംഗാരത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ മഹർഷി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ കണ്ടില്ല. അങ്ങനെ ബ്രഹ്മദേവനെയും സരസ്വതിയെയും ശപിച്ചു, നിങ്ങൾ ശൃംഗരിച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ണികൾ ഇല്ലാതെ പോകട്ടെ. അത് കഴിഞ്ഞ് പിന്നെ അടുത്തെത്തുന്നതാണ് കൈലാസത്തിൽ. അവിടെ എത്തിക്കഴിയുന്ന സമയത്ത് ഇവർ കാമലീലകളാണ്. അപ്പോൾ ഈ ജനങ്ങളെ സംബന്ധിച്ച് ശൃംഗാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ, കാമലീല എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ ചിലർ പറയുന്നത്, കൂടുതൽ ആത്മീയം പറയുന്ന ആളുകൾ സംഭോഗ ശൃംഗാരം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് സംഭോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതായത് പീഡനം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാവും. അല്ല, അതിന് സ്വന്തം ഭാര്യനെ ആരും പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇത് ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞ പോലെ ഇവിടെ എത്തുന്ന സമയത്ത് മഹാദേവനും പാർവതിയും കൂടി
സംഭോഗത്തിലായിരുന്നു. ആ കാമലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നു. മഹർഷി അവിടെ എത്തി കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നിങ്ങൾ റൂമിൻ്റെ അകത്ത് എന്തൊക്കെയോ മുളക്കം ഞരങ്ങളൊക്കെ കേട്ടപ്പോൾ വന്നിരിക്കുന്ന ആൾ പുറത്ത് വെയിറ്റ് ചെയ്യണം. പക്ഷേ എത്ര ശ്രമിച്ചിട്ട് ഇതൊന്നും മാറുന്നില്ല. അപ്പോൾ മഹർഷി അവിടെ നിന്ന് ഇപ്പോൾ കഴിയുന്ന എഴുതിയിട്ട് ഇതൊന്നും മാറണില്ല. അങ്ങനെ ഇതിൽ നിന്ന് വരുന്ന സ്രവം മല പോലെ മഞ്ഞുമല പോലെ നിറഞ്ഞു കഴിഞ്ഞിട്ടും ഒരു രീതിയിൽ ഇവരെ പിടിവിടണില്ല. അങ്ങനെ പിടിവിടാതിരിക്കുന്ന സമയത്ത് അവസാനം ഈ ഭൃഗു മഹർഷി അലറിക്കൊണ്ട് മഹാദേവനെ ശപിക്കും. രുദ്ര, നിനക്കിത് തന്നെയാണോ പണി? അങ്ങനെയെങ്കിൽ നിനക്ക് ഇനി മുതൽ ലിംഗാരാധന മാത്രമാവട്ടെ. അതുകൊണ്ട് അവിടെ മുതലാണ് മഹാദേവന്, നമ്മൾ ശിവക്ഷേത്രങ്ങളൊക്കെ ലിംഗമാണ്. അപ്പോൾ മഹാദേവൻ്റെ ലിംഗം, കാരണം നിനക്കിതല്ലേ പണി, അപ്പോൾ ഇനിയുള്ള കാലത്ത് ലിംഗാരാധന നടക്കട്ടെ. ദേവി പാർവതിനെ ശപിച്ചു, നിനക്കും പണിയിലോട്ടും പിന്നിലല്ലോ, അപ്പം അതുകൊണ്ട് നേരിട്ട് പ്രസവിക്കാനുള്ള അവസ്ഥയില്ലാതെ പോകട്ടെ. അങ്ങനെ ശപിച്ചു. അതിന് ശേഷമാണ് പാലാഴി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണുവും ലക്ഷ്മിയും കൂടി ഇതേപോലെ ശൃംഗാരത്തിലിരിക്കുകയാണ്. അവിടെ സംഭവമല്ല, ശൃംഗാരത്തിലിരിക്കുകയാണ്. അവിടെ ചെന്ന വഴി പിന്നെ മഹർഷിക്ക് വേറെ ക്ഷമയൊന്നും ഉണ്ടായില്ല. കാരണം ആദ്യത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ശൃംഗാരവും പ്രേമമൊക്കെ ആയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ സ്ഥലത്ത് ചെന്നപ്പോൾ നേരിട്ട് ശൃംഗാരമല്ല, സംഭവം കണ്ടു. അവിടെ നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവസാനം ശപിച്ചു. പിന്നെ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ശ്രീഹരിയുടെ എത്തുമ്പോൾ ആൾക്ക് വേറെ ക്ഷമയൊന്നും ഉണ്ടായില്ല. ചെന്ന വഴി തന്നെ ആൾ ശ്രീഹരിയുടെ നെഞ്ചത്തോരൊറ്റ ചവിട്ടങ്ങ് ചവിട്ടി കഴിയുമ്പോൾ ആ സമയം ശ്രീഹരി മഹർഷിയുടെ കാലിൽ പിടിച്ചിട്ട് പറയും, മഹർഷി അങ്ങേക്ക് വേദനിച്ചോ എന്ന് ചോദിക്കും. അപ്പോൾ ലക്ഷ്മി നോക്കുന്ന സമയത്ത് ഈ സാധാരണ നമ്മൾ പറയില്ല, ഇപ്പോൾ ഭാര്യമാർ ഭർത്താവിൻ്റെ നെഞ്ചത്ത് തല ചായ്ച്ച് കിടക്കുന്നതാണ് അവർക്ക് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞ പോലെ മഹാവിഷ്ണുവിൻ്റെ നെഞ്ചത്ത് മഹാലക്ഷ്മി തല ചായ്ക്കുന്നിടത്താണ് ഈ മഹർഷി വന്ന് ചവിട്ടിയത്. അപ്പോൾ ചവിട്ട് കഴിഞ്ഞിട്ട് ഉടനെ മഹാവിഷ്ണു ശ്രീഹരി ചെയ്തെന്താ, മഹർഷിയുടെ കാല് പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, മഹർഷിയെ മഹാമുനി അങ്ങേക്ക് വേദനിച്ചോ എന്ന് ചോദിച്ചിട്ട് ആൾ കാല് പിടിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ പിന്നെ മഹാലക്ഷ്മിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലല്ലോ. അവർ നോക്കുമ്പോൾ താൻ ഇരിക്കുന്ന സ്ഥലത്ത് ചവിട്ടം ചെയ്തു തൻ്റെ പതി, തൻ്റെ ഭർത്താവ്, എന്നിട്ട് ഈ മഹർഷിയുടെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ അവരപ്പം തന്നെ വിട്ടുപോയി. പാലാഴി വൈകുണ്ഠം വിട്ടുപോയി. അപ്പോൾ സംഭവിച്ചത്, ഈ മഹർഷിയുടെ കാലിൻ്റെ അടിയിലൊരു കണ്ണുണ്ട്, രണ്ട് കണ്ണും പിന്നെ കാലിൻ്റെ അടിയിൽ ഒരു കണ്ണുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഹങ്കാരത്തിന് നടക്കായിരുന്നു ഭൃഗു മഹർഷി. അപ്പോൾ മഹാവിഷ്ണു ശരിക്കും കാലിൽ പിടിച്ചത് ആ കണ്ണ് ശരിക്കും അങ്ങ് കശക്കി കളഞ്ഞു. നമ്മൾ സാധാരണ അങ്ങനെ ഞെരുക്കി കളയാന്ന് പറയല്ലോ, അങ്ങനെ കശക്കി കളഞ്ഞതാണ്. പക്ഷെ അത് ലക്ഷ്മിക്ക് മനസ്സിലായില്ല. അതിനുശേഷം മഹാവിഷ്ണുവിനെ അനുഗ്രഹിക്കാനുള്ള ശക്തി പോയി. പിന്നെ ആൾ മറ്റേ ഏഴുമലയിൽ പോയി. അതാണ് ആന്ധ്രയിലെ തിരുപ്പതി. ഉത്ഭവം പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്നിരുന്നാലും ഈ ഭൃഗു മഹർഷി ശപിച്ചത് കൊണ്ട് അതിനുശേഷം പിന്നീട് മഹാദേവനും പാർവതിക്കും നേരിട്ടുള്ള മക്കൾ ഉണ്ടാകാൻ പറ്റാതെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഈ മഹാദേവൻ്റെ നല്ലൊരു ഭക്തിയാണ് കൂളിവാക പെൺകുടി. കൂളിവാക എന്ന് പറഞ്ഞാൽ ആദിവാസി പെൺകുടി. അപ്പോൾ മഹാദേവൻ വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് നായാടി വേഷത്തിലാണ് വരുന്നത്. അപ്പോൾ നായാടി എന്ന് പറയുന്നത് മഹാദേവൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ നായാടി വേഷത്തിൽ മഹാദേവൻ വരുന്ന സമയത്ത് ഈ കൂളിവാക പെൺകുടിയോട് പറയും, ഞാൻ വേട്ടയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നീ കുളിച്ചൊരുങ്ങി റെഡിയായിട്ടിരുന്നോളാൻ പറയും. അപ്പോൾ ഈ കുട്ടീനെ സംബന്ധിച്ച് അച്ഛനായിട്ടാണ് കാണും, നല്ലച്ഛൻ, കഥയിലൊക്കെ നല്ലച്ഛൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് മകളോട് പറയാണ്, ഞാൻ പോയിട്ട് വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നീ കുളിച്ച് റെഡിയായിരുന്നോളാൻ പറഞ്ഞപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലായി. എന്തായാലും യൗവനയുക്തിയായ പെൺകുട്ടിയാണല്ലോ. ഉടനെ പെൺകുട്ടി പാർവതി മാതാവിനെ വിളിച്ച് കരഞ്ഞു, സ്മരിച്ചു, അല്ലെങ്കിൽ വിളിച്ച് കരഞ്ഞു. അമ്മ ഇങ്ങനെ അച്ഛൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാണത്, പോകും വഴി കാണിക്കാൻ പറയും. ഉടനെ പാർവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. പാർവതി പറയും, മോള് പേടിക്കണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം, നീ നിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറയും. അപ്പോൾ എന്തായാലും മഹാദേവൻ വേട്ട കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാർവതി മാതാവ് കൂളിവാക ഈ പെൺകുട്ടിയുടെ രൂപത്തിൽ മായാ കൂളിവാകയായിട്ട് അവിടെ ഇരുന്നു. മഹാദേവൻ വെറുതെ പറഞ്ഞതല്ല, തിരിച്ചു വന്ന സമയത്ത് ഈ കൂളിവാക പെൺകുട്ടിയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ യഥാകാലം ഗർഭിണിയായി കഴിഞ്ഞ് പ്രസവിച്ച് ചാത്തന്മാരെയാണ് പ്രസവിച്ചിരുന്നത്. പ്രസവിച്ചിട്ട് കഴിയുമ്പോൾ അപ്പോൾ തന്നെ വീണ്ടും വയറുന്നറിയും, വീണ്ടും പ്രസവിക്കും. അങ്ങനെ 100 പറ 108 ചാത്തന്മാരെ പ്രസവിച്ചു എന്ന് പറയുന്നത്. അതായത് വയറ് നിറയുന്നു, പ്രസവിക്കുന്നു, വീണ്ടും. അവസാനം ദേവി പാർവതി മഹാദേവനോട് മാപ്പ് അപേക്ഷിക്കും. ഇതെല്ലാം മഹാദേവ ലീലകളാണ്.
നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഉണ്ടല്ലേ അപ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ മഹർഷിമാർ നമുക്ക് കഥ പറഞ്ഞു തരുമ്പോൾ ആ കഥയിലൂടെ നമുക്ക് ജീവിതത്തിലേക്ക് എത്താനാണ് പറയുന്നത്. അപ്പം അങ്ങനെ മഹാദേവൻ്റെ അടുത്ത് ദേവി പാർവതി ക്ഷമ ചോദിച്ച് എൻ്റെ അവിവേകം പൊറുക്കണം, മാപ്പ് നൽകണം എന്ന് പറയുന്ന സമയത്താണ് അവസാനത്തെ ഉണ്ണി അവസാനത്തെ ചാത്തനായിട്ടാണ് വരണത്. ആ സമയത്ത് ചാത്തന് വിഷ്ണുമായ എന്ന് പേര് വന്നിട്ടില്ല.